പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കണ്ണുകളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചുകളയും ചെയ്യുമാറാകട്ടെ. മകനെയുമായ നിന്റെ എതിർത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്ഥിരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഉന്നത മൃതരെല്ലാരും മിന്നി വിളങ്ങും വരനകൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം ഉചിതമല്ലോ. ഞാൻ വിളിക്കുന്നു, കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കണമേ. നിന്റെ പ്രാർത്ഥന ജപിക്കണമേ. കർത്താവേ, നീ പാപമെല്ലാം ഓർത്തിരുന്നെങ്കിൽ ആർക്ക് രക്ഷിതാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിൻ കർത്താവേ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ ജോസിയേട്ടനെ വിളിക്കുകയും അങ്ങേ വലത്ത് പാതുർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. സ്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായും നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവരെ അക്ഷരായ കബറിൽ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വർദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനും എന്നേക്കും. ഇവിടുത്തെ ചടങ്ങുകൾ കഴിയുകയാണ്. ഈ പുസ്തകം കയ്യിലുള്ളവർ പെട്ടെന്ന് എന്നെയോ അല്ലെങ്കിൽ രാജുവിട്ട് വാർപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ സഹോദരന്മാർ ജോർജ് മാധവപ്പള്ളി, പ്രസ്ഥാനത്തിൻ്റെ മുൻകാല പ്രസിഡന്റുമാരായിരുന്ന ബാബു കുളങ്ങര, അമ്മിണി പുലിക്കൽ, തോമസ് വെട്ടുവാർപ്പുറം, ഡെന്നി ഊരാളിൽ, ടോമി മേൽക്കരപ്പുറത്ത്, ജോസ് ഉപ്പൂട്ടിൽ, ജോമി ചെറുകര, മോനച്ചൻ മടത്തിലേട്ട് ഇവർ മുമ്പോട്ട് കടന്നു വരിക. ഇവർ മാത്രമായിരിക്കും ഇവിടുന്ന് ബോഡിയുമായിട്ട് പുറത്തേക്ക് പോകുന്നത്. ബോഡി വണ്ടിയിൽ കയറ്റി വണ്ടി ഇവിടുന്ന് വിട്ടതിന് ശേഷം മാത്രം നിങ്ങൾ പോവുക.
അതുപോലെ ആർക്കെങ്കിലും വഴി സംശയമുണ്ടെങ്കിൽ അഡ്രസ്സ് നമ്മുടെ എല്ലാ ഇമെയിലുകളിലും കിടപ്പുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ അഡ്രസ്സ് പറയാം. 3920 ചേർന്ന് നിന്ന് കാണാം. നമ്മൾ ഈ അവസരത്തിൽ വളരെ സൈലൻ്റായിട്ട് നമ്മുടെ ജോസേട്ടന് ഏറ്റവും നല്ലൊരു റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു അവസരമാണ്. മണികണ്ഠേ നിർമ്മല
സഹോദരരെ, കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ ഇന്നത്തെ തിരുക്കർമ്മങ്ങളെ നയിക്കുന്നത് ബഹുമാനപ്പെട്ട ഷൈജു മാധവപ്പള്ളി അച്ഛനാണ്. അച്ഛനെ ജോസിൻ്റെ കസിൻ ബ്രദറും കൂടിയാണ്. അതുപോലെ തന്നെ ജോസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മലയാളി അച്ഛന്മാരെല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. മാളിയേക്കൽ അച്ഛന് നമ്മുടെ ചടങ്ങ് ഈ കുർബാന കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരുടെയും ജോസുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിലാണ് എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. അച്ഛന്മാർ, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, സുഹൃത്തുക്കൾ, ഇവരെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയും അതുപോലെ തന്നെ ജോസിൻ്റെ ആത്മാവിനെ ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ ചടങ്ങ് ആണ് ആദ്യമേ ആരംഭിക്കുന്നത്. വീട്ടിലെ ചടങ്ങ് നമ്മളെ നാട്ടിലെ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് എടുക്കുന്ന ആ ഒരു ചടങ്ങാണ് ആദ്യമേ നമ്മളെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദ്രത്തിൽ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മനുഷ്യജീവിതം പുൽക്കടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതിയും. മനുഷ്യജീവിതം പുൽക്കടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാരടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിങ്ങളുടെ സ്ഥലവും അല്ലാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നതിന്റെ മേൽ എന്നോ അനുഗ്രഹമുണ്ടായിരിക്കും. നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിരനിരനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയനാക്കുകയും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപയാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സുസ്ഥിരനുമാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമ. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തെ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക വ്യാകുലമാനസനെന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ നിൻ ജീവിത ചെയ്തികളും മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി. കൂടെ പോരും. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവേ, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവീശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവീശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
പരിശുദ്ധനും ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം പോലും വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ അവരെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ദൈവരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. വാഴത്തിൽ നിന്നു ഞാൻ വാതിലുമായി കേഴുന്നു. ദൈവമേ എന്നെ കേൾക്കണമേ. പാവങ്ങളെല്ലാം നീ 15 verses 12 to 19. But if Christ is preached as raised from the dead, how can some among you say there is no resurrection of the dead? If there is no resurrection of the dead, then neither has Christ been raised. And if Christ has not been raised, then empty too is our preaching, empty too your faith. Then we are also false witnesses to God, because we testified against God that he raised Christ, whom he did not raise, if in fact the dead are not raised. For if the dead are not raised, neither has Christ been raised. And if Christ has not been raised, your faith is vain. You are still in your sins. Then those who have fallen asleep in Christ have perished. If for this life only we have hoped in Christ, we are the most pitiable people of all. This is the word of the Lord. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവും അധ്യായം 11 തിരുവചനങ്ങൾ 17 മുതൽ 27 വരെ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥനിയ ജെറുസലേമിനെ അടുത്ത് ഏകദേശം 15 സ്ഥാദിയോൻ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാനായി എത്തിയിരുന്നു. യേശു വരുന്നത് കണ്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്ന എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ വൈദികരെ, ലീലാമ്മ ചേച്ചി, യുരൻ, ജസ്റ്റിൻ, ജോസിയാട്ടിൻ്റെ സഹോദരങ്ങൾ തോമാച്ചൻ, ജോർജ്, ജോസഫ് അളിയൻ, സജി, ജോസിയാട്ടിൻ്റെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരങ്ങളെ, തിമോത്തിക്കുള്ള 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൗലോസ്ലീഹ നിസ്സംശയം നമ്മളോട് പറയുന്നു, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ എൻ്റെ വിശ്വാസം കാത്തുരക്ഷിച്ചു. ആകയാൽ
നീതിയുടെ ന്യായാധിപനായ ദൈവം നിത്യമഹത്വത്തിന്റെ കിരീടം എന്നെ എന്നേക്കുമായി അണിയിക്കുമാറാകട്ടെ എന്ന്. ജീവിതത്തിന്റെ മധ്യദൂരത്തില് യാത്ര അവസാനിപ്പിക്കേണ്ടി വന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ജോസിയേട്ടന്റെ വേർപാടിൽ ഹൃദയം നൊന്ത്, ഹൃദയം തകർന്ന്, ആ വേദനയിലും വേർപാടിലും ജോസിയേട്ടന്റെ പ്രിയപ്പെട്ട കുടുംബത്തോടും കുടുംബാംഗങ്ങളോടുമൊപ്പം ഈ വേദന നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അറുപത്തിയൊന്ന് വർഷക്കാലം തന്റെ ജീവിതത്തിന്റെ വെളി കൃത്യമായി തിരിച്ചറിഞ്ഞ് പൗലോസ്ലീഹ അനുസ്മരിപ്പിക്കുന്നത് പോലെ ജീവിതത്തിൽ നല്ലവണ്ണം യുദ്ധം ചെയ്ത ഒരു പ്രിയങ്കരനാണ് നമ്മുടെ ജോസിയേട്ടൻ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ശരിക്കും അദ്ദേഹത്തിന് മല്ലടിക്കേണ്ടി വന്നിട്ടുണ്ട്, യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, കടുത്ത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ബോംബെയിലും ഗൾഫിലുമൊക്കെ ജീവിച്ച കാലഘട്ടങ്ങളിൽ ആ അവസരങ്ങൾ ഒന്നും ജോസിയേട്ടൻ തകർച്ച ആണ് എന്തെങ്കിലും എന്ന് ഒരിക്കലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തോന്നിയിട്ടില്ല. കാരണം ജോസിയേട്ടന് പ്രത്യാശയുടെ ജീവിതമായിരുന്നു. എന്ത് പ്രശ്നങ്ങളും ഏത് പ്രതിസന്ധികളും ജോസിയേട്ടൻ he would meet with a smile. ജോസിയേട്ടന്റെ ഈ വേർപാടിൽ നമ്മൾ ദുഃഖിക്കുമ്പോൾ ഈ വേർപാടിന്റെ ആഴം ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നത് ജോസിയേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജീവിത പങ്കാളി ലീലാമ്മ ചേച്ചിയും രണ്ടു മക്കൾ ജെറിനും ജസ്റ്റിനും സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമാണ്. ഈ അവസരത്തിൽ ജോസിയേട്ടൻ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തനത്തിന്റെ പുസ്തകം 81-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, I am here to proclaim the mighty deeds of God for all the generations yet to come. I am here to proclaim the mighty deeds of God for all the generations yet to come. മൗനമായ ഭാഷയിൽ നമ്മളോട് യാത്ര ചോദിക്കുമ്പോൾ പറയുന്നു, ഞാൻ നിങ്ങളിൽ നിന്നും ഒത്തിരി ദൂരെയല്ല, നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും നിങ്ങളെ കൂടുതൽ അടുത്ത് സ്നേഹിക്കുന്നതിനും സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകി നിങ്ങളുടെ വഴികളെ സമ്പന്നമാക്കുന്നതിനും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ ഉണ്ട് എന്ന് പറയുകയാണ്. 61 വർഷം മാത്രമേ ദൈവം ജോസിയേട്ടന് കരുതി വെച്ചിട്ടുള്ളൂ എങ്കിലും 61,000 വർഷം ഒരു മനുഷ്യൻ ജീവിച്ചാൽ ഈ ലോകത്തിന് എന്തെല്ലാം നന്മ ചെയ്യാമോ അതിനേക്കാൾ കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ജോസിയേട്ടൻ. ഓർക്കുവാനും ഓർമ്മയുടെ തീരങ്ങളിൽ കാത്തു സൂക്ഷിക്കുവാനും എനിക്കും നിങ്ങൾക്കും ഒത്തിരിയേറെ നല്ല അനുഭവങ്ങൾ തന്നുകൊണ്ട് സുസ്മേരവദനായി ജോസിയേട്ടൻ കടന്നു പോവുകയാണ്. അനുഗ്രഹങ്ങൾ വാരി വിതർക്കൊണ്ട് എത്ര നാൾ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതിലല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിലാണ് ജീവിതത്തിന്റെ മഹാത്മ്യം അടങ്ങിയിരിക്കുന്നത്. He lived only for 61 years. But we need to look at the brighter side of his life.
outstanding significance of his life. He left a lot of things for you and me to think over and to keep in our memory and our mind and our heart. A lily of one day is far more beautiful than an oak of 1,000 years. ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ജോസിയേട്ടൻ, ഇന്ന് ഞാൻ ഈ വഴിയെ കടന്നുപോയി, നാളെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളും ഈ വഴിയെ തന്നെ കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ കാണും. ആ സ്വർഗീയ സന്തോഷം നമ്മൾ പങ്കുവയ്ക്കും. Please remember, we are walking in the shadow of death. ജോസിയേട്ടൻ്റെ ആ മഹത്വപൂർണമായ വ്യക്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പറയാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ. An ordinary man with the extraordinary instinct of love, kindness, mercy. തൊട്ടതൊക്കെ പൊന്നാക്കുന്ന ഒരു സ്വഭാവം ജോസിയേട്ടനുണ്ടായിരുന്നു. എന്ത് വില കൊടുത്തും തൊട്ടതൊക്കെ പൊന്നാക്കണമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നു. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അത് മറ്റുള്ളവന് വേണ്ടി ആകുമ്പോൾ ജോസിയേട്ടനൊരു കരമായിരുന്നു. രാപകൽ ആർക്ക് എന്ത് ആവശ്യങ്ങളുണ്ടായാലും കൃത്യമായിട്ടും ജോസിയേട്ടൻ ഒരു ഫോൺ കോൾ അകലെ മാത്രമായിരുന്നു. എവിടെയും ആർക്കും ഏതു നിമിഷത്തിലും ഓടി എത്തുക മാത്രമല്ല, എന്തും ചെയ്യും. സഹനത്തിന്റെയും മറ്റുള്ളവർ നന്മയുടെയും തീക്കുണ്ടത്തിൽ സ്വയം ജ്വലിച്ചു ചേർന്ന മഹത്വപൂർണനായ ഒരു വ്യക്തിയായിരുന്നു ജോസിയേട്ടൻ എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അനന്യ സാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമകളാകാൻ ഒത്തിരിയേറെ പേർക്ക് സാധിക്കുകയില്ല. എന്റെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരുന്ന 2-3 കാര്യങ്ങൾ ജോസിയേട്ടൻ അസുഖമായിരുന്ന അവസരങ്ങളിൽ പോലും അതുപോലെ അവസരങ്ങളിൽ അസുഖമായിട്ട് മരണവുമായി മല്ലടിച്ച് ആശുപത്രിയിൽ കിടന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉണ്ട്. അവരുടെ അടുത്ത് ദിവസം 2-3 പ്രാവശ്യമെങ്കിലും ജോസിയേട്ടൻ ഈ വേദനകളെ എല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഓടിയെത്തുമായിരുന്നു സന്തോഷത്തോടു കൂടി. ജോസിയേട്ടൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് എന്തുമാത്രം നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകാം എന്നുള്ളതിൽ മാത്രമായിരുന്നു. എന്ത് കാര്യത്തിന് ജോസിയേട്ടൻ്റെ അടുത്ത് ചെന്നാലും ജോസിയേട്ടൻ ഒരു ഉപാധിയുണ്ട്, ഒരു പൊത്തുരുത്തമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു കാര്യങ്ങളും ജോസിയേട്ടൻ ഇല്ല. എങ്ങനെയെങ്കിലും അച്ഛാ നമുക്ക് ചെയ്യും, അത് പുള്ളി ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇത്രയേ ഉള്ളൂ, നമുക്ക് ഉള്ളത് കൊണ്ട് ഒപ്പിക്കാം. ഏത് പ്രശ്നങ്ങൾ വന്നാലും ജോസിയേട്ടന്, എത്ര വലിയ പ്രശ്നങ്ങളായാലും, that was a storm, the teacup. വളരെ നിസ്സാരവൽക്കരിക്കും. ജോസിയേട്ടൻ്റെ ഒത്തിരിയേറെ കാര്യങ്ങൾ ജോസിയേട്ടൻ മറന്നിട്ടുണ്ട്, സ്വന്തം കാര്യങ്ങൾ. പക്ഷെ മറ്റുള്ളവരുടെ ഒരു കാര്യത്തിലും ജോസിയേട്ടൻ വീഴ്ച വന്നിട്ടില്ല. ഞങ്ങൾ മനോഹരമായി നമ്മൾ കുറച്ച് മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി സെന്ററിൽ നമ്മൾ അറേഞ്ച് ചെയ്ത വ്യൂവിങ്, ഇറ്റ് വാസ് റിയലി ഹാർട്ട് വാമിങ്. എത്രയ്ക്കും മനോഹരമായിട്ട് നമുക്ക് ചെയ്യാമോ അതെല്ലാം നമ്മൾ ചെയ്തു. പലരും പല കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം കൂടി പറയട്ടെ, ഞങ്ങൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും
പറഞ്ഞാൽ തീരാത്ത ഒത്തിരിയേറെ നന്മകൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ട് കടന്നുപോയ ഒരു വ്യക്തി കൂടിയാണ് ജോസിയേട്ടൻ. ഒരു ദിവസമെങ്കിലും ജോസിയേട്ടൻ ഒന്ന് ഞങ്ങൾ അച്ഛന്മാരെ വിളിക്കാതിരിക്കില്ല. വിളിച്ചാൽ എത്ര വൈകിട്ടായാലും ആ കോള് തിരിച്ചു വിളിക്കാതെ കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കാതിരിക്കില്ല ജോസിയേട്ടൻ. ഉപേക്ഷ വിചാരിക്കുന്ന സ്വഭാവം ജോസിയേട്ടനില്ലായിരുന്നു. ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ജോസിയേട്ടന്റെ 5 അയലോകത്തോട് കടന്നു പോയിട്ടില്ല. നമുക്കറിയാം, ഏറ്റവും വിനയാനുതനായ ഒരു വ്യക്തി നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആൻ ഓർഡിനറി മാൻ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് ലവ് ആൻഡ് കപ്പാസിറ്റി. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ജ്ഞാനായ സമൂഹത്തിൽ പ്രത്യേകിച്ച് വെട്ടിത്തിളങ്ങി നിന്നൊരു പ്രോജ്വല ദ്വാരമായിരുന്നു ജോസിയേട്ടൻ. KCCF എന്ന് ജോസിയേട്ടന് മറക്കാൻ സാധിക്കില്ല. സേക്രഡ് ഹാർട്ട് പള്ളിക്ക് ജോസിയേട്ടന് മറക്കാൻ സാധിക്കില്ല. നമ്മുടെ ഓരോരുത്തർക്കും, ഓരോ കുടുംബത്തിനും, ഓരോ കുഞ്ഞിനും ജോസിയേട്ടനെ മറക്കാൻ സാധിക്കില്ല. എവിടെയും ജോസിയേട്ടന്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. TMAയുടെ ചരിത്രത്തിൽ തങ്ക ലിപി കൊണ്ട് എഴുതി ചേർക്കപ്പെടേണ്ട ഒത്തിരിയേറെ കാര്യങ്ങൾ TMA രൂപീകരിച്ച കാലം മുതൽ ജോസിയേട്ടൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്തും അല്ലാത്ത അവസരത്തിലും TMAക്ക് എന്നും ഒരു താങ്ങും തണലും ചാമ്പാബൈ മലയാളി അസോസിയേഷന്. കാരണം ആർക്കും എന്തും ഏറ്റെടുക്കാം, ഏത് സഹായം എവിടെ ചോദിച്ചാലും ജോസിയേട്ടൻ അവിടെ ഉണ്ട്. ജോസിയേട്ടന് വേണ്ടി ഒരൊറ്റ പൈസ പോലും ജോസിയേട്ടൻ ധാരാളിച്ചിട്ടില്ല. പക്ഷെ ജോസിയേട്ടന്റെ പോക്കറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി കാലിയാക്കുന്ന ഒരു സന്തോഷമായിരുന്നു. എവിടെയും ഒരു പ്രശ്നത്തിൽ നിൽക്കാൻ ജോസിയേട്ടൻ ആഗ്രഹമില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് രമ്യതയോടെ തീർക്കും. സമാധാന ദൂതനായ ജോസിയേട്ടൻ കടന്നു വരും. ആ ജോസിയേട്ടനാണ് ഇന്ന് കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ. KCCFന്റെയും TMAയുടെയും മാത്രമല്ല, ഈ കുടാരയോഗത്തിന് പ്രതിനിധി എന്ന നിലയിൽ ഈ ഇടവകയ്ക്കും ഇടവക്കാർക്കും വേണ്ടി ചേർന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ ഞങ്ങൾ ന്യൂപോർട്ടിൽ നിൽക്കുന്ന അച്ഛന്മാര് ഇവിടെ ഈ സമൂഹത്തില്, പ്രത്യേകിച്ച് നമ്മുടെ ജ്ഞാനായ സമൂഹത്തില് എന്ന് ആര് മരിച്ചാലും ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത് ജോസിയേട്ടനാണ്. ജോസിയേട്ടൻ ഒറ്റ വിളി മതി, ജോസിയേട്ടൻ ഞങ്ങളുണ്ട്. അതുപോലെ ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ അസുഖമായിട്ട് 2 പ്രാവശ്യം അവസരത്തിൽ വ്യക്തിപരമായിട്ടും മണിക്കൂറുകളോളം ജോസിയേട്ടൻ്റെ അടുത്ത് ചെലവഴിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ ജോസിയേട്ടനും ക്ലാസ്മേറ്റ്സ് ആണ്. കല്ലറ NSS സ്കൂളിൽ അവർ ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച് SLC എഴുതി പോയവരാണ്. എൻ്റെ ചേട്ടൻ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അറിഞ്ഞ ജോസിയേട്ടൻ ഒരു മാസത്തോളം നിരന്തരമായി എൻ്റെ ചേട്ടനെ വിളിക്കുമായിരുന്നു. ഞാൻ അവധിക്ക് പോയ ഒരു ദിവസത്തില് ചേട്ടന് കൊടുക്കാനാണെന്നും പറഞ്ഞ് ഒരു പൊതി നിറയെ മരുന്നും എൻ്റെ തന്നു വിട്ടു. ഇത് ജോസഫിന് കൊടുത്തേര്. ഞാൻ പറഞ്ഞത് ഇതായിരുന്നു ആ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത. ഞങ്ങൾക്കാർക്കും നിങ്ങളെപ്പോലെ തന്നെ ജോസിയേട്ടൻ മറക്കാൻ സാധിക്കില്ല. ഒരു ജ്യേഷ്ഠനും ഒരു പിതാവുമായിരുന്നു. കറകളഞ്ഞ തനിത്തങ്കം, നിഷ്കളങ്കനായ ഒരു ഇസ്രായേൽക്കാരൻ. ന്യൂപോർട്ട് ചർച്ചിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് അവിടെയുള്ള ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഹോദരങ്ങൾക്കും ജോസിയേട്ടന്റെ ഈ വിളവ് നികത്താൻ സാധിക്കില്ല. ജോസിയേട്ടനെ പോലെ വളരെ അപൂർവമായ വ്യക്തിത്വങ്ങൾ മാത്രമേ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ. ഇനിയും ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ.
ജോസിയേട്ടൻ കടന്നു പോകുന്നത് വളരെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ കൂടി തന്നെയാണ്. നാളെ പെസഹ വ്യാഴാഴ്ച ആരംഭിക്കുകയാണ്. പെസഹ വ്യാഴാഴ്ചയാണ്. പെസഹ ഒരു കടന്നുപോക്കാണ്. പഴയ നിയമത്തിൽ സംഹാരദൂതൻ ഇസ്രായേൽ ഭവനങ്ങളിൽ കൂടി കടന്നുപോയത് ആണ് എങ്കിൽ പുതിയ നിയമത്തിൽ ഈശോമിശിയുടെ കടന്നുപോക്കാണത്. ഉത്ഥാനത്തിലേക്കുള്ള യാത്ര കൃത്യമായിട്ടും ആ ഈശോയുടെ കടന്നുപോക്കിൽ ജോസിയേട്ടനും കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഈശോ കൈ പിടിച്ച് ജോസിയേട്ടനോട് കടന്നു പോകും. പുനരുത്ഥാനത്തിലേക്കുള്ള വഴിയിൽ പുനരുത്ഥാനവും ജീവനും ഞാനാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രത്യാശ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മാധവപ്പള്ളി കുടുംബത്തിന് താങ്ങാത്ത ഒരു ദുഃഖം കൂടിയുണ്ട്. നാളെ ജോസിയേട്ടൻ്റെ അമ്മ മരിച്ചിട്ട് ഇന്ന് 25 വർഷം അടക്കിയിട്ട് 26 വർഷം അടക്കിയിട്ട് നാളെ 26 വർഷം കൃത്യം ആ ദിവസം തന്നെ ജോസിയേട്ടൻ്റെയും സ്വന്തം മകൻ്റെയും മതസംസ്കാര ശുശ്രൂഷ നടക്കും. അവസാന നിമിഷങ്ങളിൽ ജോസിയേട്ടന് എല്ലാ കുതാശകളും ബോധപൂർവ്വം തന്നെ സ്വീകരിച്ച് പറഞ്ഞൊരു അവസരത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നു. അച്ഛാ, മൈ ഡേയ്സ് മേ ബി കൗണ്ടഡ്, ഐ ആം ഹാപ്പി. ജീവിതത്തിൽ എനിക്ക് ദൈവം എന്നുള്ള ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഞാൻ ഭംഗിയായിട്ട് ചെയ്തു. ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ അടുത്തറിയുന്ന, എൻ്റെ ഹൃദയം തൊട്ടറിയുന്ന ഒരു നല്ല ജീവിത പങ്കാളി, 2 മക്കൾ. ജോസിയേട്ടൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ജെറിന് മെഡിസിന് അഡ്മിഷൻ കിട്ടണമെന്നുള്ളത്. ജെറിന് അഡ്മിഷൻ കിട്ടി, ക്ലാസ്സും തുടങ്ങി. ആ സന്തോഷം ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ സന്തോഷത്തോടു കൂടിയാണ് ജോസിയേട്ടൻ കടന്നു പോകുന്നത്. അതുപോലെ ജസ്റ്റിനും കോളേജിൽ സ്റ്റഡീസിൽ അഡ്മിഷൻ കിട്ടി, മിടുക്കനായിട്ട് പഠിക്കുന്ന ഭയങ്കര സന്തോഷത്തോടുകൂടി. മക്കളെ, നിങ്ങളുടെ അപ്പച്ചൻ നിങ്ങളെ വിട്ടിട്ടില്ല, ഉപേക്ഷിക്കാൻ സാധിക്കില്ല. നമുക്കൊക്കെ വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് കടന്നു പോകുന്നു. എല്ലാവരും കടന്നു പോകും. നമ്മളും ഈ വഴിയെ തന്നെ പോകണം. Until I meet you there, I pray for you എന്ന് ജോസഫ് നിങ്ങളോട് പറയുന്നു. He is interceding for all of you. നമുക്കൊക്കെ കടന്നു പോകാൻ എത്ര മിടുക്കന്മാരായാലും ഇന്നല്ലേ നാളെ നമ്മൾ കടന്നു പോകണം. There is no other way, no excuse. പ്രസിദ്ധനായ സീസറും പ്രശസ്തനായ ഹോമറും പ്രസിദ്ധിയുള്ള സോളമൻ തുടങ്ങിയുള്ള വിദ്യരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക, വരുന്നത് സുനിശ്ചിതം, ഇന്നല്ലെങ്കിൽ നാളെ. Today I go, tomorrow you will be, until we will meet. Let us pray. Let him rest in peace. Absolute peace and joy. നമ്മളെ നോക്കി കാത്ത് ജോസിയേട്ടൻ സുഖത്തിലുണ്ട്. നമ്മുടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ ജോസിയേട്ടനടുത്ത് നമ്മൾ നോക്കിക്കുന്നു. ചേച്ചി, ജസ്റ്റിൻ, ജെറിൻ, നിങ്ങളുടെ കുടുംബത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇവിടെ എത്താൻ സാധിച്ച ഭാഗ്യമുള്ള തോമാച്ചൻ, സജി, അതുപോലെ ജോസിയേട്ടൻ്റെ കസിൻസ്, സുഹൃത്തുക്കൾ പലരും വിദേശങ്ങളിൽ കൂടെ എത്തിയിട്ടുണ്ട്. ഒക്കെ ദൈവാനുഗ്രഹം. ജോസിയേട്ടൻ്റെ 3 പെങ്ങന്മാരിന്നും വേദനയോടുകൂടി മറ്റു കുടുംബാംഗങ്ങളും കഴിയുന്നു. അവരെയും പ്രാർത്ഥന ഓർക്കാം. ഈശോ നമ്മളെയും ജോസിയേട്ടൻ്റെ സ്വർഗ്ഗീയ മധ്യസ്ഥതയോടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കൊണ്ട് നമുക്ക് ജോസിയേട്ടന് നിത്യശാന്തി നേരാം. തമ്പുരാൻ ജോസിയേട്ടനെ അനുഗ്രഹിക്കട്ടെ. ഈ വഴിയിലൂടെ നന്മയോടുകൂടി കടന്നു പോകുവാൻ നമ്മളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സലീപത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരും ദയാപരം യോഗ്യരാക്കണമേ. പ്രശംസിക്കുവിൻ.
നമുക്കെല്ലാവർക്കും എന്റെ നാമത്തോടെ വിശുദ്ധിയുടെ മുടി കർത്താവിനെ എന്ന് പറയുകയും അവിടുത്തെ